ബൂട്ട് ഓപ്ഷനിൽ ഡിവൈസ് മാറ്റി കൊടുക്കുക. അതായത് ഹാർഡ് ഡിസ്ക് മാറ്റി നമ്മൾ ഏത് ബൂട്ടബിൾ ഡിവൈസാണോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് F10 അടിച്ച് നമ്മൾ സേവ് ആവുക. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ടായി വരും. അപ്പോൾ അത് പ്ലസ് എനീക്കി വരും. അത് നമ്മൾ ഏതെങ്കിലും ഒരു കീ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് തന്നെ കാണിക്കും 32 ബിറ്റാണോ 64 ബിറ്റാണോ വേണ്ടതെന്ന്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ 32 ബിറ്റാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വിൻഡോസ് ലോഡിങ് പറഞ്ഞിട്ട് കാണിക്കും. കുറച്ച് ടൈം ഇങ്ങനെ തന്നെ കാണിക്കുന്നതാണ്. ഫയൽസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സ്റ്റാർട്ടിങ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്പ്ലേ വരും. വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ആ ലോഗോ വന്ന് കുറച്ച് ടൈമിന് ശേഷം ഇതുവരെ ഡിസ്പ്ലേ വരും. നമ്മൾ ഓക്കെ കൊടുക്കുക. അതായത് നമ്മൾ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യുക. ഇവിടെ അതേപോലെ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. നെക്സ്റ്റ് കൊടുക്കാം. Windows 7 ഇൻസ്റ്റാൾ കൊടുക്കാം. സെറ്റപ്പ് സ്റ്റാർട്ടിങ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് 32 ബിറ്റ് 64 ബിറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അൾട്ടിമേറ്റ്, പ്രൊഫഷണൽ, ഹോം, ബേസിക്, സ്റ്റാർട്ടർ ആയിട്ട് ഒരുപാട് മോഡൽസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ അൾട്ടിമേറ്റിൻ്റെ 32 ബിറ്റ് 86 എന്ന് പറഞ്ഞാൽ 32 ബിറ്റാണ്. ഞാൻ 32 ബിറ്റ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ലൈസൻസ് എഗ്രിമെൻറ്റിൽ ഐ അക്സെപ്റ്റ് കൊടുക്കുന്നു, അവിടെ ടിക്ക് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്റ്റലേഷൻ ഡു യു വാണ്ട്. നമുക്ക് അപ്ഗ്രേഡ് കാണിക്കുന്നുണ്ട്, കസ്റ്റം കാണിക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ ഏരിയ വരുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. പാർട്ടീഷൻ നമ്മൾ ഫുൾ ഡിലീറ്റ് കൊടുക്കുക. അതായത് ഫ്രഷ് ആയിട്ട് വിൻഡോസിൽ ഓടിയെന്നുണ്ടെങ്കിൽ ഫുൾ നമ്മൾ പാർട്ടീഷൻ ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സ്പേസ് കാണിക്കും, അവൈലബിൾ സ്പേസ് എത്രയാണെന്നുണ്ടെങ്കിൽ. അതിൽ നമുക്ക് സി ഡ്രൈവ്, അതായത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവിനെ ഒരു 100 GB 1024 MB കൊടുക്കാം. അതിനുശേഷം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പാർട്ടീഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 100 MB ഫസ്റ്റ് വൺ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഡിസ് പാർട്ടീഷൻ 100 GB കാണിക്കുന്നുണ്ട്. അതിനുശേഷം മൂന്നാമത് അൺഅലോക്കേറ്റഡ് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് വന്നതിന് ശേഷം നമുക്ക് വിൻഡോസിൽ കയറി പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇത് രണ്ടാമത്തെ ഓപ്ഷനിൽ 100 GB എന്നുള്ള അവിടെ വെച്ച് നെക്സ്റ്റ് കൊടുക്കുന്നു. വിൻഡോസ് ലോഡിങ് ആവും, കുറച്ച് ടൈം ആവും. 100% ആവണം. ഇവിടെ 1% ആയിട്ടുണ്ട്. ഇവിടെ 100% ആവണ വരെ സിസ്റ്റം ഓഫ് ചെയ്യാനോ ഒന്നിനും പാടില്ല. അതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ടായി വരും. നമ്മൾ ഇൻസ്റ്റലേഷൻ അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റാളിങ് ഫുള്ളായി കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരിക്കലും റീസ്റ്റാർട്ട് കൊടുക്കാനോ അല്ല സിസ്റ്റം ഓഫ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. റീസ്റ്റാർട്ട് വരും. നമ്മൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നുള്ളത് കൊടുക്കാം. അതല്ലാതെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീസ്റ്റാർട്ട് ആവും. 4 to 3 seconds കാണിക്കുന്നുണ്ട്. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ടായി വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ കാണിക്കും. അത് നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ലീവ് ചെയ്ത് വിട്ടാൽ മതി. സ്റ്റാർട്ടിങ് വിൻഡോസ് കൊണ്ടുള്ളൊരു വരും. അതിനുശേഷം സെറ്റപ്പ് ഈസ് അപ്ഡേറ്റിംഗ്, രജിസ്ട്രി സെറ്റിങ്സ് എല്ലാം അത് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. സെറ്റപ്പ് സ്റ്റാർട്ടിങ് ആവുന്നുണ്ട്.
ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പെൻ ഡ്രൈവ്, അതായത് ബൂട്ടബിൾ പെൻ ഡ്രൈവോ അല്ലെങ്കിൽ CD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു കാരണവശാലും സിസ്റ്റം ഓഫ് ചെയ്യാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ പാടില്ല. കംപ്ലീറ്റിംഗ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ടായി വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വട്ടം, ഒന്നോ രണ്ടോ വട്ടമൊക്കെ റീസ്റ്റാർട്ടായി വരും, കുഴപ്പമില്ല. സെറ്റ് വിൽ കണ്ടിന്യൂ ആഫ്റ്റർ റീസ്റ്റാർട്ടിങ് ഓഫ് കമ്പ്യൂട്ടർ. സിസ്റ്റം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. റീസ്റ്റാർട്ടായി വരുന്നുണ്ട്. Setup is preparing your computer for first use. Setup is checking video performance. എല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇങ്ങനെയൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് നമ്മുടെ ടൈപ്പ് യൂസർ നെയിം, നമുക്ക് കമ്പ്യൂട്ടറിന് എന്ത് യൂസർ നെയിമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസർ നെയിം ഫസ്റ്റ് അടിക്കുക. യൂസർ തന്നെ അടിക്കുന്നുണ്ട്. അതിനുശേഷം അതിന് താഴെ വരുന്നത് കമ്പ്യൂട്ടർ നെയിം. കമ്പ്യൂട്ടറിൻ്റെ നെയിം വേറെ കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ നെക്സ്റ്റ് കൊടുക്കാം. പാസ്വേഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. വിൻഡോസ് പ്രോഡക്റ്റ് കീ ചോദിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ഓൺലൈൻ തന്നെ സ്കിപ്പ് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ ആസ്ക് മീ ലേറ്റർ, യൂസർ റെക്കമെൻഡ് സെറ്റിംഗ്സ് വരുന്നുണ്ട്, ഇൻസ്റ്റാൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഓൺലി വരുന്നുണ്ട്, അതൊന്നും കൊടുക്കേണ്ട. ആസ്ക് മീ ലേറ്റർ കൊടുക്കുക. ദെൻ ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ്, അത് നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായി വരും, അല്ലാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവാറായി. വിൻഡോസ് ഈസ് ഫൈനലൈസിങ് യുവർ സെറ്റിങ്സ്. കുറച്ച് ടൈം പിടിക്കും. അതിനുശേഷം വെൽക്കം വരുന്നുണ്ട്, പ്രിപ്പയറിങ് യുവർ ഡെസ്ക്ടോപ്പ്. അവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെയൊരു സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്